ആദ്യം ഹരിതയുടെ ജീവിതത്തിൽ നിന്ന് ജോലിയും കൂലിയും ഇല്ലാത്ത ആ ദാരിദ്ര്യം പിടിച്ചവനെ ഒഴിവാക്കണം. എന്നിട്ട് വേണം ഇവിടെ വന്നു കയറി അവന്റെ പിഴച്ച കൂടപ്പറപ്പിനെ അടിച്ചു പുറത്താക്കാൻ. ചേച്ചി പറയുന്ന പോലെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സംഗതി പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് മുറുകുന്നില്ലല്ലോ. ഇടയ്ക്ക് കയറി ഒന്ന് തലയിട്ടാലേ ഉദ്ദേശിച്ച ഫലം കിട്ടും. അപ്പച്ചി, അച്ഛൻ പറയുന്ന പോലെ അപ്പൊ എളുപ്പമല്ല കാര്യങ്ങൾ. ഹരിതയെ കൊണ്ട് നമ്മൾ ഡിവോഴ്സിന് സമ്മതിപ്പിച്ചു എന്നിരിക്കട്ടെ, മനോജ് സമ്മതിക്കുന്ന എന്താ ഉറപ്പ്? മനോജ് ഈ വീട്ടിൽ വന്ന് ഹരിതയെ പിടിച്ചിറക്കിക്കൊണ്ട് പോയത് വെറുതെ അല്ല. ഇവിടുത്തെ സ്വത്തും പണവും കണ്ടിട്ട് തന്നെയാ. അതും കൊണ്ട് അവൻ പോവും. ഇപ്പൊ ഹരിതയായി പിണക്കം ഉണ്ടാക്കി അവളെ ഇങ്ങോട്ട് അയച്ചു തന്നെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. കരുണാകരൻ, പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ചിലപ്പോ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചെന്നിരിക്കും. പ്രേമോ ഒളിച്ചോട്ടോ ഒക്കെ ഉണ്ടാവും. അതിലൊരു പരാജയം വരുമ്പോ അത് തിരുത്തേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. പിരിയേണ്ടവർ പിരിയണം. പരദേവതകളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള തറവാടാ നമ്മുടേത്. ജാതകമോ ഗൃഹസ്ഥാനമോ നോക്കാതെ താലി കെട്ടിക്കൊണ്ടുവന്ന കുലമുടിയും. അത് പാടില്ല. ഹരിത മനോജിനെ പിരിയണം. പറഞ്ഞില്ലേടോ കുറിപ്പ് വന്നിട്ട് തുടങ്ങിയാ മതിയെന്ന്. ബക്കളപ്പോ ഒരു കാര്യമില്ലാതെ ചിലച്ചോണ്ട് നടക്കും ചിലര്. അച്ഛൻ എന്താ അപ്പച്ചി പറയുന്നൊന്നും കേട്ടില്ലേ? നിർത്ത്. എന്റെ മോൻ ജിതേന്ദ്രനെ പോലെയാണ് എല്ലാ ആണുങ്ങളും എന്ന് നീ കരുതിയേക്കരുത്. അടിച്ച് കരണം പോക്കി ഞാൻ നിന്റെ. ഞാനും ചേച്ചിയും കൂടി കുടുംബക്കാര് സംസാരിക്കുന്നതിന്റെ ഇടയില് നീ ആരാടി വന്ന അഭിപ്രായം പറയാൻ? എന്റെ ഭാര്യ സുമ ഇന്നേ വരെ എന്റെ ചേച്ചിയുടെ മുമ്പിൽ ഒന്നും നിന്നിട്ടില്ല. അത്രയ്ക്ക് ബഹുമാനമാണ് ഞാനും എന്റെ ഭാര്യയും അവർക്ക് കൊടുക്കുന്നത്.